ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ബിഗ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. എന്താണ് ഇത്? ബിഗ് ആണോ എന്ന് ചോദിച്ചാൽ ആസ് ഫോർ മീ ഇറ്റ്സ് സംതിങ് ബിഗ്. ഞാൻ ആദ്യമായി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം വീഡിയോ എടുത്ത് ഇടുന്നതും അതൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഫാമിലിയിലുള്ളവരുടെ കൺസേൺ നോക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം നമ്മൾ തുടങ്ങി. ആ ഒരു മൊമെൻ്റ് നമുക്ക് സ്പെഷ്യലായിരുന്നു. അതേപോലെ ഞാൻ വീണ്ടും ഒരു ബിഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ ബി ഫെയിലിയർ ഓർ ഇറ്റ് വിൽ സക്സസ്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൺ. I don't know, but I want to give it a try. If it's fail, I will learn something from that. I think failure is normal, but it's cute sad, but don't worry, I can manage it. If it's fail, I can manage it. That's what I am believing. I don't know what will happen, but if it's success, I can do more things in that. I can improve that. ഇനി ഞാൻ എന്താ കാര്യം എന്നുള്ളത് പറയാം. I am going to start a new business from scratch. I am totally scratch now. I don't have any money or anything. Just investing my time and brain. Oh my god, I don't know. I was working on this past 2-3 weeks. It was quite hard. I can't say anything. Just like ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് തവണ ഞാൻ ഫെയിലായി പോയിട്ടുണ്ട്. ഓരോ വഴികൾ നോക്കി അതിൽ നിന്ന് ഫെയിലായി വീണ്ടും എണീച്ച് ഞാൻ ഇവിടെ വരെ എത്തി. ഇതിപ്പോൾ ഫൈനൽ മൊമെൻറ്റിലാണ് നിൽക്കുന്നുള്ളത്. ഐ തിങ്ക് ഐ ക്യാൻ ലോഞ്ച് ദിസ് വിത്തിൻ 2-3 days. അങ്ങനെയാണ് കരുതുന്നത്. ഇനിയൊരു 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ എന്താന്ന് പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ക്ലോത്തിങ് ബ്രാൻഡ് ഓർ കോസ്മെറ്റിക് ആക്സസറീസ്, നത്തിങ് ലൈക്ക് ദാറ്റ്, ബട്ട് ഇറ്റ്സ് എ ബ്രാൻഡ്. അപ്പോൾ എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ക്ലിയർലി. ഐ ഡോണ്ട് ഹാവ് എനി സ്ക്രിപ്റ്റ് റൈറ്റ് നൗ. സോ ഞാൻ ഡയറക്റ്റ് ക്യാമറ ഓൺ ചെയ്ത് അതിന് മുന്നിലിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ക്ലിയർലി, ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. സോ എന്താണെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു മേക്ക് എ ബ്ലൂ പ്രിൻറ്റ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ, മണി മേക്കിംഗ്, ലൈക്ക് ദാറ്റ് തിങ്സ്, ജസ്റ്റ് ഇംപ്രൂവിങ് അവർ സെൽഫ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ഷോർട്ടായി പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് പോലെയുള്ള ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് നമുക്ക് സെൽഫ് മെയ്ഡ് എന്ന് പറയാം. സെൽഫ് മെയ്ഡ് എന്ന് പറയാം. ബട്ട് ഐ ആം യൂസിങ് സം ടൂൾസ് ഫോർ ദിസ്, ബട്ട് വിത്ത് മൈ ഐഡിയ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മണി ഉണ്ടാക്കണം എന്നുള്ളത്. വി ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്, വേർ ടു സ്റ്റാർട്ട്, വാട്ട് ടു ഡു, ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ബട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഒക്കെ കാണാം. അത്രയൊക്കെ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനിക്കും അതേപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് ഇരുന്ന് കണ്ടിട്ടുണ്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് അവർ പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്കത് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിൻറ്റിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ ആ ഒരു ബ്ലൂ പ്രിൻറ്റിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള എവറി സിംഗിൾ ഡീറ്റെയിൽസ് അവിടെ കാണും. അതും ഷോർട്ടായി വളരെ ക്ലാരിറ്റിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് നമ്മളത്
പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് അത് അവർക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവണം. പിന്നെ അതിലുള്ള സെറ്റിങ്സും നമ്മൾ കൃത്യമായിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്സും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. അത് നോക്കി അവർക്ക് അതേപോലെ ചെയ്താൽ മതി, ഒരു ചേഞ്ചസും വരുത്താനുണ്ടാവില്ല. ചിലപ്പോൾ ആകെ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ പേര് പിന്നെ ആ ഒരു സംഭവമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ചേഞ്ച് വരുന്നത്. അത് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനും അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഒരു ഇമെയിലും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ ലോഞ്ച് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് വൈകാതെ തന്നെ ഉണ്ടാവും. ഒരു 2-3 ദിവസത്തിൽ തന്നെ ലോഞ്ച് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റോറിൻ്റെ ലിങ്ക് ഇൻസ്റ്റഗ്രാം ID-യിൽ ഞാൻ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ക്യാൻ ഹെൽപ്പ് എവറി വൺ. നിങ്ങൾ ഇനി നിങ്ങളുടെ ഏജ് ഒന്നും ഒരു മാറ്ററും അല്ല. നിങ്ങൾ ഇനി 18 വയസ്സിന് താഴെ ആയിക്കോട്ടെ മുകളിലായിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വെച്ചാൽ ഐ മെയ്ഡ് ഇറ്റ് ലൈക്ക് ഫോർ എവറി വൺ, നോട്ട് ഓൺലി ദിസ് പീപ്പിൾ, നോട്ട് ലൈക്ക് ദാറ്റ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ആർക്കും അത് യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു മേക്ക് എ ന്യൂ ബ്ലൂ പ്രിൻറ്റ്, എങ്ങനെ ഒരു ബിസിനസ് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാമെന്നുള്ള ആ ഒരു രീതിക്കുള്ള ബ്ലൂ പ്രിൻറ്റ്. അതുപോലുള്ള ഒരുപാട് ബ്ലൂ പ്രിൻറ്റ് വീണ്ടും ഞാൻ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിന് ഓരോ തവണയും ഞാൻ ന്യൂ ബ്ലൂ പ്രിൻറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടും. ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്ത ബ്ലൂ പ്രിൻ്റ് എന്ന് വെച്ചാൽ അത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ്. അപ്പം അത് ആവശ്യമുള്ളവർ സ്റ്റോറി കയറി നോക്കാം. ഇനിയിപ്പോൾ മണി മേക്കിങ്ങിൻ്റെ ആണെങ്കിൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആവശ്യമുള്ളവർ നോക്കിക്കാണാം. ബട്ട് ഐ പ്രോമിസ് ദർ ഈസ് സംതിങ് യൂസ്ഫുൾ ഫോർ യു. ഐ നെവർ ലെറ്റ് യു ഡൗൺ. ആ ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ ഒരിക്കലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആക്കത്തില്ല, ഒരു മൂഡ് പോയിക്കത്തില്ല. ഇപ്പോൾ വെറുതെ ആയി ഒരാവശ്യമില്ല അങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് എത്തിക്കില്ല. ആ ഒരു പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ പ്രോമിസ് യു ക്യാൻ ഡു ഇറ്റ്. ബിക്കോസ് യു ക്യാൻ ഏൺ ഫ്രം ആ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 500 തൊട്ടിട്ട് 1000 നിങ്ങൾക്ക് മിനിമം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു പുട്ട് എഫേർട്ട് യു ക്യാൻ ഡു ഇറ്റ്. വെറുതെ ആ ഒരു ബ്ലൂ പ്രിൻ്റ് നോക്കിയിട്ട് ഇതിനെ കൊണ്ട് ഒരു ഗുണമില്ല എന്ന് വെച്ച് ഒരു കാര്യം ചെയ്യാണ്ടിരുന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ആ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ ഹാവ് വർക്ക്ഡ് ഫോർ ദിസ് സോ ലോങ്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലാണ് ഞാൻ ഒരുപാട് തന്നെ ആയി. പിന്നെയും അവിടുന്ന് എണീച്ച് ഇതുവരെ എത്തി. ഇപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ എത്തി. ഇനിയിതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫെയിലാണോ സക്സസ് ആണോ എന്നോ എനിക്കറിയില്ല. നമുക്ക് കണ്ട് തന്നെ അറിയാം. ബാക്കിയുള്ള പ്രോസസ്സും പ്രോഗ്രസ്സും ഒക്കെ നമ്മുടെ വീഡിയോ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഐ വാണ്ട് ടു ഇൻഫോം യു ദാറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. സോ ഫെയിലാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ ആം സ്റ്റിൽ ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. ഇഫ് അത് ഫെയിലായിപ്പോവോ അതോ സക്സസ് ആവോ എന്നുള്ളത്. ഫെയിലായിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ അതിൽ എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ കാണും. ഇനി സക്സസ് ആയിക്കഴിഞ്ഞാൽ we can improve. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next video. Bye bye. Don't forget to subscribe.